അപ്പൊ അതിനെ ഓരോ ആളത്തമായിട്ട് കരുതുന്നു. ഇപ്പൊ ഞാനൊരു സ്ത്രീയുടെ മുഖം കൂടിയിട്ട് വന്നാൽ ഞാൻ പെണ്ണായിട്ട് അഭിനയിച്ചു പോകണം. അപ്പൊ വ്യക്തി ഞാൻ തന്നെയാണെങ്കിലും ആ ഒരു മുഖം കൂടി ഞാൻ സ്ത്രീയാണ്. അപ്പൊ ഈ രീതിയിലുള്ള കൺസെപ്റ്റ് ആ കാലഘട്ടത്തിൽ ഈ പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി എന്നതിനുള്ളൂ. ഇന്നങ്ങനെയല്ല. ഇന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടേതായ സകലവിധ ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തൃത്വത്തിന്റെ 3 ആളത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ളവർക്കറിയാം അത് 3 ആളത്തങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 3 സത്തകളില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ ഇന്ന് കാലഘട്ടത്തിലെ ആളുകൾ ഈ ഒരു വസ്തുതയെ ഡിഫൈൻ ചെയ്യുമ്പോൾ 3 ആളത്തങ്ങളെയും 3 പൂർണ്ണ സത്തയുള്ള 3 വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഈ കാലഘട്ടത്തിൽ ഒരു പരാജയം എന്ന് പറയുന്നത്. പലപ്പോഴും തെറ്റിപ്പോകുന്നു പലർക്കും. അപ്പൊ ഇതാണ് ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ദൈവത്തിൽ 3 ഹൈപ്പോസ്റ്റാസിസ് ഉണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇനിയാണ് ബന്ധം.